പോണ്ടിച്ചേരി എയർപോർട്ടിൽ ട്രെയിനി ടെക്നീഷ്യനായി കുറച്ചു കാലം ജോലി ചെയ്യാൻ വേണ്ടി അവിടെ ലോസ്പേട്ട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന സന്ദർഭം. ആ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാവുന്ന ഒരു മുറിയും ഒരു വാഷ്റൂമും മാത്രമുള്ള ചെറിയ ചെറിയ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കെട്ടിടത്തിനകത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അഭിജിത്ത് ബാനർജി എന്ന ട്രെയിനിങ് ടെക്നീഷ്യനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു മറ്റൊരു മുറിയിൽ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എയർപോർട്ടിലേക്ക് രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, മുറിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു എന്നത് മാത്രമാണ് പതിവ്. അവധി ദിനങ്ങളിൽ പോണ്ടിച്ചേരിയുടെ ഈ പ്രാന്തങ്ങളിലൂടെ വെറുതെ നടക്കുക എന്നത് മാത്രമാണ് ഉണ്ടായിരുന്ന ഹോബി. പക്ഷേ ഇതിനിടയിൽ ഒരു ദിവസം അവിടെ വെച്ച് ഒരു ബംഗ്ലാദേശി നാടക സംവിധായകനെ കാണുകയുണ്ടായി. ഞാൻ താമസിക്കുന്ന അതേ കെട്ടിടത്തിലെ പിൻഭാഗത്തുള്ള ഒരു മുറിയിൽ താമസിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. വെറുതെ ഹായ് പറഞ്ഞു, ഞാനും ഹായ് പറഞ്ഞു, അങ്ങനെ പരിചയപ്പെട്ടു. അവൻ്റെ പേര് ഷസദുർ റഹ്മാൻ എന്നായിരുന്നു. ഈ പേര് ഒരു വ്യത്യസ്തമായ പേരായതുകൊണ്ടും കൗതുകമുള്ള പേരായതുകൊണ്ടും എനിക്ക് ഇതുവരെ മറക്കാനായിട്ടില്ല. പക്ഷെ അവനുമായുള്ള ബന്ധമാണ് ഒരുപക്ഷെ ആ പേരിനെ ഇത്രമേൽ എൻ്റെ മേൽ ഊട്ടി ഉറപ്പിക്കുന്നത്. ഷസദുർ റഹ്മാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നാടകം എന്ന വിഷയത്തിൽ PhD എടുക്കാൻ വന്നതാണ്. ബംഗ്ലാദേശിൽ അവൻ MA നാടകം അല്ലെങ്കിൽ MA ഡ്രാമ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നോട് അന്ന് അവൻ പറഞ്ഞത് ഡ്രാമ എന്ന വിഷയത്തിൽ PhD എടുക്കാൻ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് എന്നാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറുകയും ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ അവനെ കാണാൻ തുടങ്ങുകയും ചെയ്തു. അതിനിടയിൽ ഒരു ദിവസം അവൻ്റെ മുറിയിൽ പോയപ്പോൾ ദ മിറേഴ്സ് ഓഫ് ദ സോൾ എന്ന ഖലീൽ ജിബ്രാൻ്റെ ഒരു പുസ്തകം, ഖലീൽ ജിബ്രാൻ്റെ എന്ന് പറഞ്ഞുകൂടാ, ജോസഫ് ഷബാൻ എഴുതിയ ഖലീൽ ജിബ്രാൻ്റെ സമാഹൃതമല്ലാത്ത സൃഷ്ടികൾ ഉൾക്കൊള്ളുന്നതിൻ്റെ പരിഭാഷ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം കാണാനിടയായി. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ അവനോട് ജിബ്രാനെ കുറിച്ച് ചോദിക്കുന്നു, എഴുത്തുകാരനെ കുറിച്ച് ചോദിക്കുന്നു, പുസ്തകം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് വായിക്കാൻ പറയുകയും ചെയ്തു. ഞാൻ ആ പുസ്തകം 2 ദിവസം കൊണ്ട് വളരെ വേഗത്തിൽ വായിച്ചു തീർത്ത് അവനോട് ഇയാളുടെ വേറെ പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് അവൻ എന്നോട് പറഞ്ഞു, നാളെ വൈകുന്നേരം നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് എന്ന് പറയുകയും പിറ്റേ ദിവസം എന്നെ അവിടുത്തെ ഏറ്റവും വലിയ ബുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് യൂണിവേഴ്സൽ ബുക്ക് സെല്ലേഴ്സ് എന്നോ മറ്റോ പൂർണ്ണനാമമുള്ള UBSൻ്റെ കുറേ പുസ്തകങ്ങൾ ചെറിയ വിലയ്ക്ക്, എല്ലാം ജിബ്രാൻ്റെ പുസ്തകങ്ങൾ, ഒരു 8-10 പുസ്തകങ്ങൾ അവർ വാങ്ങിച്ചു തന്നിട്ട് ഓരോന്നോരോന്ന് വായിക്കാൻ പറഞ്ഞു. അവിടെ നിന്നാണ് ജിബ്രാനിലേക്ക് ഞാൻ ചെന്നെത്തുന്നത്. ഷസദുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശിയാണ് ജിബ്രാനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കൂടെ നടക്കാനിറങ്ങുമ്പോൾ അവൻ എന്നോട് ചില ഇടങ്ങളിലേക്ക് പോകണം എന്ന് പറയും. എനിക്ക് അവിടുത്തെ പ്രത്യേക ഇടങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അവന് ഈ ഇടമെല്ലാം പരിചിതമായതുകൊണ്ടും പല സ്ഥലങ്ങളും പോണ്ടിച്ചേരിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നടന്നോ ഓട്ടോറിക്ഷയ്ക്കോ പോകാൻ കഴിയുന്ന ഇടങ്ങളൊക്കെ അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു. അതിൻ്റെ ഒരു മങ്ങിയ ഓർമ്മയാണ്, എനിക്ക് വ്യക്തമായ ഒരു ഓർമ്മയിലില്ല. അവിടെ വെച്ച് അവൻ്റെ ചില സുഹൃത്തുക്കളെ, അവരിൽ മലയാളിയായ ഒരു നാടക സംവിധായകർ ഉൾപ്പെടെ പലരെയും അവൻ പരിചയപ്പെടുത്തി. അവരെന്നെ ഓർക്കുന്നുണ്ടാവില്ല, എനിക്ക് അവരെയും കൃത്യമായ ഓർമ്മയിലൊന്നും ഇല്ല, പേരുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അങ്ങനെ ഒരു ചെറിയ കാലത്തിനിടയിൽ ഉണ്ടായ ഒരു അഗാധമായ ബന്ധമായി ഇപ്പോഴും ആ മനുഷ്യൻ എൻ്റെ ഉള്ളിലുണ്ട്. ബംഗ്ലാദേശിയായ ഷസദുർ റഹ്മാനാണ് വായനയുടെ വഴിയിൽ എനിക്ക് ഇടയ്ക്കൊക്കെ ചില പ്രേരണകൾ നൽകിയത്, ചില പ്രചോദനങ്ങൾ നൽകിയത്. അതോടൊപ്പം ജിബ്രാനിലേക്ക് എൻ്റെ വായന വഴിതിരിച്ചുവിട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അത് ഷസദുർ റഹ്മാൻ തന്നെയാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് മലയാളത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ജിബ്രാൻ എന്നും, എൻ്റെ വായനയുടെ ലോകത്ത് ജിബ്രാൻ കടന്നു വന്നിരുന്നില്ലെങ്കിലും മലയാളത്തിൽ നേരത്തെ തന്നെ മലയാളികളായ ധാരാളം വായനക്കാർ ജിബ്രാനെ വളരെ ആവേശത്തോടെ വായിക്കുകയും അത് ഒരു കാലത്തെ യൗവനത്തിൻ്റെ തീക്ഷ്ണ യൗവനത്തിൻ്റെ കാലത്ത്
ജിബ്രാൻ്റെ വചനങ്ങൾ ഉരുവിട്ട് നടന്നിരുന്ന ഒരു യുവത കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം അറിയുന്നു. പോണ്ടിച്ചേരി വാസം ഞാൻ 1995 ഒക്ടോബർ മാസത്തിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷം അവനുമായി കത്തിടപാടുകൾ നടത്താമെന്ന ആഗ്രഹത്തോടെ വിലാസമാകിയിരുന്നെങ്കിലും ഒരിക്കലും ഉണ്ടായില്ല. പിന്നീട് ഇവിടെ ഒരു ഷിരീൻ പൊയ്യാറയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഞാൻ ഷസദുർ റഹ്മാനെ കുറിച്ച് പറയുകയും അവനെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് 2015 ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ ഷസദുർ റഹ്മാൻ ഈ ലോകം വിട്ടുപോയി എന്നറിയാൻ കഴിയും. ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഉലച്ച ഒരു വാർത്തയായി, വൈകി കിട്ടിയ വാർത്തയായി, അല്ലെങ്കിൽ ആ വിവരം ഞാൻ അറിയുന്നത് അവൻ്റെ മരണത്തിനും 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നത് എന്നെ ഉലച്ചു കളഞ്ഞു എന്നാണ് പറയാൻ നല്ലത് തോന്നുന്നു. അവൻ്റെ നാട്ടിലെ ബന്ധുക്കളുമായും അവൻ്റെ സുഹൃത്തുക്കളുമായൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ആരെയും കിട്ടിയില്ല. അവൻ്റെ 2 പെൺമക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അവൻ്റെ ഒരു സുഹൃത്ത്, അവർ ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്, അവർക്ക് തൽക്കാലം ജോലിയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നും അറിയാനായി. മൂത്രാശയ സംബന്ധമായ ക്യാൻസർ ബാധിച്ചാണ് ഷസദുർ റഹ്മാൻ മരണപ്പെട്ടത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു ആഗ്രഹമായി നിലനിൽക്കുന്നത് അവൻ ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചില്ലെങ്കിലും വല്ലപ്പോഴും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബംഗ്ലാദേശിൽ പോയി ഷസദുർ റഹ്മാൻ്റെ വീട് കാണുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്യണം എന്നതാണ് ഇപ്പോഴുള്ള ഒരാഗ്രഹം.